ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ ജീവിച്ചു. എന്നാൽ 2015 കർത്താവിന് വേണ്ടി ചിലത് പുതിയത് ചെയ്യുവാൻ, പട്ടണങ്ങളെ പിടിച്ചു കുലുക്കുവാൻ, അവൻ ദൈവസഭയുടെ ചരിത്രത്തിൽ നിന്റെ പേര് എഴുതപ്പെടുവാൻ തക്കവണ്ണം ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ ദർശനത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ മീറ്റിംഗുകൾ ഒരു കാരണമായി തീരുമെങ്കിൽ അത് കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഇവിടെ ആയിരിക്കുന്നവരാരും ഒരു ഭൗതിക നന്മയെ മാത്രം കണ്ടുകൊണ്ടല്ല ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ചിലതായി തീരുവാൻ, യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ആയി തീരുവാനുള്ള വലിയ പ്രത്യാശയോടെ, വലിയ തീക്ഷ്ണതയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. അനേകം നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന സഭയുടെ ചരിത്രത്തെ നാം പരിശോധിക്കുമ്പോൾ അതാത് കാലങ്ങളിൽ ദൈവസഭ ലോകത്ത് തകർക്കപ്പെട്ട് കിടന്നപ്പോൾ കർത്താവ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ദൈവഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവസഭയുടെ ആ ദീപത്തെ വീണ്ടും കത്തിച്ചതുപോലെ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒത്തിരി ശുശ്രൂഷകൾ, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവൻ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും ശരിയായ ഒരു ഉണർവ് ഈ പട്ടണത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ പട്ടണത്തിൽ വലിയൊരു ഉണർവിന്റെ ആവശ്യം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ ചില പാതാള ഗോപുരങ്ങളെ താഴ്ത്തുവാൻ ഈ പട്ടണത്തിൽ ഇന്നും അവൻ ആയിരക്കണക്കിന് സഭകൾ, ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും ഉയർന്നു നിൽക്കുന്ന പാതാള ഗോപുരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ ഒരു കൂട്ടം അവൻ ആത്മാക്കളെ, ഒരു കൂട്ടം ദൈവസഭയെ ഈ ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകളായി ഇത് മാറുമെങ്കിൽ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞാൻ ദൈവസഭയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനെ കൈകൊണ്ടെന്ന് പറഞ്ഞാട്ടെ, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാനുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവിന് വേണ്ടി നമുക്ക് ഈ പട്ടണത്തെ പിടിച്ചെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? പ്രൈസ് ഗോഡ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പകൽ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ നോട്ടീസ് കണ്ടതുപോലെ പാസ്റ്റർ ജോയ് സി ജോൺസൺ ആണ്. അവൻ കർത്താവിന്റെ ദാസൻ മകൾ അവൻ തക്ക സമയത്തിന് നമ്മോട് കൂടെ ഉണ്ട്. ദേവദാസനെ ഞാൻ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദൈവവചനം കേൾപ്പാൻ തുറന്ന മനസ്സോടെ, അവൻ വിശാലമായ ഹൃദയത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവദാസന്റെ മൈക്ക് കൈമാറുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടലടയ്ക്ക് അവർക്ക് പ്രാർത്ഥിക്കും. ഇതുവരേക്കും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഒരു സ്പെഷ്യൽ അനോയിന്റ്, ഒരു പ്രത്യേക അഭിഷേകത്തിനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും ഒരുമിച്ച് ആമേൻ. സ്തോത്രം. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഞാൻ കൊടുക്കുവാൻ വേണ്ടി മാത്രം വന്നവനല്ല. ആമേൻ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ആമേൻ. സ്തോത്രം. ഞാൻ പ്രാപിച്ചതിന് നിങ്ങൾക്ക് കൈമാറുക. ആമേൻ. ഞാൻ പ്രാപിച്ച വചനത്തെ നിങ്ങൾക്ക് കൈമാറുക. ഞാൻ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ കൈമാറുക. ഇവിടെ ആയിരിക്കുന്ന ഓരോ കർത്താവിന്റെ അഭിഷേകന്മാർ ആമേൻ, അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തെ ആമേൻ ദാഹത്തോടുകൂടെ ഇരിക്കുന്ന ജനത്തിന്റെ മേലെ, ആഗ്രഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ജനത്തിന്റെ മേലെ ആമേൻ പകരുന്നൊരു പകലായി മാറുക. ആമേൻ. ഇതിലൊരു ഉണർവിന്റെ തുടക്കമാകട്ടെ. ആമേൻ. സ്തോത്രം. ഈ ഉണർവിന്റെ തുടക്കമെന്നത് തിരുവനന്തപുരം പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്ന് ആമേൻ. സ്തോത്രം. കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ആമേൻ 4 ദിശകളിലേക്കും ഒരു അപ്പോസ്തലിക ഉണർവ് സംഭവിക്കേണ്ടത്, ഒരു 1-ാം നൂറ്റാണ്ടിലെ ഉണർവ് സംഭവിക്കേണ്ടത്. ഓ ദൈവമക്കൾ ദാഹത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ടായിരിക്കാം. ആമേൻ. മനസ്സിന് ചില ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. ആമേൻ. സ്തോത്രങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിന് ചില പ്രശ്നങ്ങളോട് ആയിരിക്കാം നിങ്ങളുടെ ആയിരിക്കുന്നത്. ആമേൻ. നീറുന്ന ചില ഭാരങ്ങൾ നിങ്ങളെ വരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അല്പസമയം ആമേൻ ദൈവത്തിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടണമെന്ന്, ദൈവത്തിന്റെ മഹത്വം ദേശത്തിൽ വെളിപ്പെടണമെന്ന്, ആമേൻ സഭയുടെ ചരിത്രത്തിൽ മാറ്റമുണ്ടാകണമെന്ന്, ആമേൻ കർത്താവേ സ്തോത്രം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആമേൻ നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് ഇവിടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന് ചിലത് ചെയ്യുവാനുണ്ടെന്ന് ഇന്ന് ആദ്യമായി ഞാൻ ആത്മാവിൽ ആ സന്ദേശം കൈമാറുകയാ. ഓ ജീസസ് പ്രൈസ് ഗോഡ്. അഭിഷേകത്തിന് തടസ്സമില്ല, അഭിഷേകത്തിന് മതിൽക്കട്ടുകളില്ല, അഭിഷേകത്തിന് ഭേദിക്കുവാൻ കഴിയാത്ത മതിലില്ല, അഭിഷേകത്തിന് ഭേദിക്കുവാൻ കഴിയാത്ത കോട്ടകളില്ല, അഭിഷേകത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത വേദികളില്ല, അഭിഷേകത്തിന് തകർക്കുവാൻ അഭിഷേകത്തിന് മുമ്പിൽ നിൽക്കുന്ന സാത്താനില്ല. സകലത്തിന്റെ ഗോളിൽ നിൽക്കുന്നത്, സകലത്തിന് പോലെ കടന്നു ചെല്ലുന്നത്, അവൻ സകലത്തിൽ തകർന്നു ചെല്ലുന്നത്, അവൻ സകലത്തെ നിനക്ക് വേണ്ടി പാടിക്കുന്നത് അത് കർത്താവിന്റെ അഭിഷേകം ഒന്ന് മാത്രമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ അരിമനാഥന യേശു കർത്താവ് ആമേൻ സ്തോത്രം ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവൻ തന്നെ. ആമേൻ സ്തോത്രം. ദാഹത്തോടുകൂടി ആയിരിക്കുന്ന ജനത്തെ ആ ഒരു അഭിഷേകത്തിന്റെ പുതിയ ലെവലിലേക്ക്, അഭിഷേകത്തിന്റെ ഉയർച്ചയിലേക്ക് ആമേൻ ജീസസ് യേശു ക്രിസ്തുവിനെ ആ ദൈവിക അഗ്നിയുടെ അഭിഷേകത്തിലേക്ക് ഇന്ന് പകൽക്കാലം നടത്തുമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. നീ പറഞ്ഞത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. നാളുകളായി സഭ ആമേൻ കർത്താവേ സ്വന്തം പ്രാർത്ഥനയോടും ആമേൻ ഉപവാസങ്ങളോടും എന്റെ കർത്താവേ ഹല്ലേലൂയ രാത്രികൾ ആമങ്ങളിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ജനം ദാഹത്തോടെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേല് എന്റെ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പട്ടണം ഹല്ലേലൂയ ഉയർന്നുനിൽക്കുന്ന സാത്താന്യ ശക്തികളുടെ പേരിലാണെങ്കിൽ ഇനി പട്ടണം ഉയർന്നുനിൽക്കേണ്ടത് എന്റെ ദൈവമേ ദൈവ ജനത്തിന്റെ പേരിലാകട്ടെ, യേശുവിന്റെ നാമത്തിന്റെ പേരിലാകട്ടെ, അവൻ കർത്താവിന്റെ പേരിലാകട്ടെ. ലോകത്തിൽ പട്ടണത്തെ അറിയപ്പെടുന്നത് അറിയുവാൻ അതിനുവേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവ ജനത്തിന്റെ കൂട്ടായ്മ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കടന്നത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവേ, നീ ഇരിക്കുന്ന ആലോചന അവന് സ്വന്തമായോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിക്കുക. അവനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് കൃപ ചോർന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ നടത്തിയ കർത്താവിദാസന്മാരെ ഓർക്കുന്നു. എന്നോട് കൂടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിദാസന്മാരെ ഓർക്കുന്നു. കർത്താവ് അവിടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് താങ്ങായി തടകാൻ നിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ കർത്താവ് ആരാധന നടത്തിയ കർത്താവിദാസന്മാരെ ഓർക്കുന്നു. അവൻ വിശിഷ്ടമായി ഓർക്കുന്നു. ഇതെല്ലാം ശുശ്രൂഷിക്കൽ മുതൽക്കൊണ്ടാണ്. ഇതെല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചുണ്ടെങ്കിൽ പോവാൻ ദൈവാത്മാവ് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമായി കർത്താവിന്റെ ആത്മാവ് ആദ്യമേ വചനത്തിലോട്ട് പോകാനായിട്ട് പറയുന്നില്ല, പകരം പ്രവചനം പറയാനാ പറയുന്നത്. ഹല്ലേലൂയ. പ്രവചിക്കാൻ പോവുക. സ്തോത്ര കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. അവൻ യെരൂശലേം ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ശലോമോന്റെ ദേവാലയത്തിന്റെ പേരിലും ആമേൻ സ്തോത്രം ഹെരോദാവിന്റെ ദേവാലയത്തിന്റെ പേരിലും അതിനുശേഷം വലിയ രാജാക്കന്മാരുടെ ദേവാലയത്തിന്റെ പേരിലും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് യെരൂശലേം ലോകം മുഴുവനും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പെന്തക്കോസ്താൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു സ്ഥലമായി. അവൻ ദൈവസഭ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ആദ്യമായി അവൻ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായിട്ട് അവൻ യെരൂശലേം അറിയപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിൽ അവൻ ഈ സഭകളെ പ്രവചിക്കുകയാണ്. അവൻ പുതിയ നിയമത്തിന്റെ ഉണർവ്, അപ്പോസ്തലിക റിവൈവലിന്റെ ആരംഭം അവൻ ആരംഭിച്ചത് പട്ടണത്തിലാണെന്ന് ലോകം വിളിച്ചു പറയുന്ന അവൻ ദിവസം വിദൂരമല്ല, ചരിത്രത്തിൽ ഓർമ്മിക്കുന്ന ദിവസം വിദൂരമല്ല. അവൻ ആ അഭിഷേകത്തെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ അവൻ വാക്തത്വവും പ്രവചനങ്ങളും അവൻ ഒരു ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അവന് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവന്റെ സാഹചര്യം മോശമായിരിക്കും, അവന്റെ അവസ്ഥകൾക്ക് മോശമായിരിക്കും. ഒരുപക്ഷെ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന് പണം ഉണ്ടായിരിക്കത്തില്ല. അവന്റെ വിടുതൽ വലത് നോക്കുമ്പോൾ സ്വാധീനമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കത്തില്ല. ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും യഹൂദയിലും ഭൂമിയിൽ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അവൻ വിശ്വസിക്കാൻ അവർ കഴിഞ്ഞില്ല. കാരണം ഇന്നലെ വരെ അവർ ഭയപ്പെട്ട റൂമിനകത്തായിരുന്നു. ഇന്നലെ വരെ എന്ത് ചെയ്യുന്നവർക്ക് പേടിയുണ്ടായിരുന്നു. ഇന്നലെ വരെ അവർ പുരോഹിതന്മാരെ പേടിച്ചു. ഇന്നലെ വരെ അവർ ലോകത്തെ പേടിച്ചു. ഇന്നലെ വരെ അവർ ഭരണകൂടത്തെ പേടിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോഴോ അവർക്ക് ആരെയും പേടിക്കേണ്ടി വന്നില്ല. കാരണം എന്താ? ഈ അഭിഷേകത്തിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട്. നിങ്ങളെ ധരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളെ ധരിക്കുന്ന ഭാരത്തിന്റെ മേൽ, നിങ്ങളെ ധരിക്കുന്ന എല്ലാ ഹല്ലേലൂയ വൈശാഖിക ബന്ധനങ്ങളുടെ മേലും ഈ അഭിഷേകം ആ ലെവലിലേക്ക് ഉയരണമെങ്കിൽ ഇന്ന് പകൽക്കാലം ആഗ്രഹത്തോടുകൂടി എന്റെ കർത്താവിന് കൈമാറുവാൻ ഒരു ആത്മാവിന്റെ അഭിഷേകമുണ്ടെന്ന് ആത്മാവിനെ പറയുന്നു. അഭിഷേകം ആരെയും താഴ്ത്തിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ആരെയും താഴ്ത്തിയിട്ടില്ല. അഭിഷേകം പ്രാപിച്ച കർത്താവ് ഉയർത്തിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ.
ചില പഴയ ബന്ധപ്രസാരൊക്കെ പറയും ആമേൻ സ്തോത്രം. ഇപ്പൊ ന്യൂ ജനറേഷൻകാർ പ്രസംഗിക്കുന്ന ഉയർച്ചയെ കുറിച്ച് ഒരു പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന പണം കിട്ടുന്ന ഉയർച്ചയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം നിനക്ക് തരുന്ന ആത്മീയ അനുഗ്രഹത്തിന്റെ ഉയർച്ചയെ കുറിച്ച്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും അവൻ കുറെ പണം വന്ന് കൂടുമെന്ന. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സ്തോത്രം. ആ അഭിഷേകത്തിൽ കവിഞ്ഞൊഴുകുവാൻ തുടങ്ങിയാൽ നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ആത്മാവ് എങ്ങനെ വിളിച്ചു പറയുന്നു. അവൻ അഭിഷേകത്തിന് കടന്നു വരാൻ കഴിയാത്ത ഒരു കോട്ടയുമില്ല. അഭിഷേകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാത്താനുമില്ല. അഭിഷേകത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു പാതാള ഗോപുരമില്ല. അഭിഷേകത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു പ്രശ്നമില്ലെന്ന്. അഭിഷേകത്തിന് മുമ്പ് നിൽക്കുവാൻ അതിനെ തകർക്കുവാൻ കഴിയാത്ത ഒരു മേഖലയില്ല. എന്റെ പകൽ പ്രാപിക്കുന്നവர்கள் എന്റെ ജീവിതത്തിൽ അച്ഛനും ചോദിക്കേണ്ടി വരികയില്ല. എന്റെ കർത്താവ് സകലത്തിന് ഉത്തരമായ സകലത്തിന് മറുപടികൾ എന്ന ആത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് തന്ന എന്നെ അനുഗ്രഹിക്കണമെന്ന് ഇതൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. മാളിക മുറിയിൽ കയറിയവർ പുറത്തേക്ക് ഇറങ്ങിയത് അഭിഷേകമായിട്ടാണ്. അത് എന്താണെന്നറിയാമോ? അഭിഷേകമില്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവരുടെ അരുമനാഥന യേശു ക്രിസ്തു അവൻ അവരോടുകൂടെ 3.5 വർഷം ഉണ്ടായിരുന്നു. എവിടെയും ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുവാൻ ആമേശ്വത്രം മരിക്കുവാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിലും മരണത്തെ ഫേസ് ചെയ്യുവാൻ അവർക്കൊരു ആമേശ്വത്ര ഹാലി അനുഗ്രഹം ഉണ്ടായിരുന്നു. മരണത്തെ ഫേസ് ചെയ്യുവാൻ അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ പോക്ക് കാണുമ്പോൾ അറിയാം മരണത്തെ പോലും ജയിക്കുവാനുള്ള ശക്തി അവന്റെ നടത്തത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് ലാസർ മരിച്ചു. അവൻ 4 നാളായി യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവൻ ധീരമായി കിടക്കുമ്പോൾ തന്നെ ആളെ വിട്ടു. എന്നാൽ യേശു പോയില്ല, മരിച്ചു. യേശു പോയില്ല. 4-ാമത്തെ ദിവസം യേശു അങ്ങോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുകയാണ് യേശു അതിന്റെ പോക്ക് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശിഷ്യന്മാർ വിചാരിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുമെന്നല്ല. ശിഷ്യന്മാർ വിചാരിക്കുന്നത് യേശുവിനെ ഞങ്ങളെയൊക്കെ അവിടെ ആൾക്കാർ വന്നത് ചെയ്യുമെന്ന്. എന്നാൽ അതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കും ഇവനോടുകൂടെ ചേർന്ന് മരിക്കുവാൻ പോകാം. എന്നാൽ യേശു പോകുന്നത് മരിക്കുവാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കുവാനാ. യേശു പോകുന്നത് മരിക്കുവാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കുവാനാ. അപ്പോൾ മരിക്കുവാനാണെങ്കിലും യേശുവിനോട് കൂടെ പോകുവാനുള്ള ഒരു ധൈര്യം അവരുടെ മേലുണ്ടായിരുന്നു. 3.5 വർഷം അവരെ നയിച്ച അവരെ കൊണ്ടു നടന്ന ആ കർത്താവ് അവരെ വിട്ട് മാറിപ്പോയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹൃദയം കലങ്ങിപ്പോയ ഒരു കൂട്ടരാണ് ശിഷ്യന്മാർ. ഹല്ലേലൂയ. ഹൃദയം പലപ്പോഴും കലങ്ങുന്നത് യേശു എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഹൃദയ കലക്കമുണ്ടാകുന്നത്. കൃപയുടെ സുവിശേഷത്തിൽ വരാത്ത ഒരു വ്യക്തിക്ക് അവന്റെ മുമ്പിൽ എപ്പോഴും പിശാച് ഉയർന്നിരിക്കുന്നത് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആര് കൃപയുടെ സുവിശേഷത്തിൽ കാൽ വെക്കുന്നുവോ അവന് കാണുവാൻ കഴിയുന്ന ഒന്നുണ്ട്. വർഷങ്ങളെ അധികാരങ്ങളെ ആയുധങ്ങൾക്കും വെപ്പിച്ച് കിഴക്ക് ദൈവോത്സവം കൊണ്ടാടിയിട്ട് സാത്താനെ കാട്ടിയിടാക്കി അതിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് പകർന്നെ കാണുമെങ്കിൽ കടന്നു പോകുമ്പോൾ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു. രാവിലെ വാഹനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇങ്ങനെ വന്നത് സ്വത്രം. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപ്പോസ്തലിക ഉപദേശം, അപ്പോസ്തലിക ഉപദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളിൽ ഇല്ലാത്തതൊന്ന് മാത്രമാണ് അപ്പോസ്തലിക ഉപദേശം. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പോസ്തലിക ഉപദേശം എന്ന് പറഞ്ഞാൽ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, അപ്പം നുറുക്ക്, കൂട്ടായ്മ, ഇതൊക്കെയുള്ള ആദ്യത്തെ അടിസ്ഥാനങ്ങൾ. എന്നാൽ ഈ അടിസ്ഥാനങ്ങളല്ല അപ്പോസ്തലിക ഉപദേശം. അപ്പോസ്തലിക ഉപദേശം എന്നൊരു വാക്ക് അത് തനിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പോസ്തലിക ഉപദേശം അടിസ്ഥാനങ്ങൾ മാത്രമാണ്. എന്നാൽ അടിസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഒന്നാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. അപ്പോസ്തലിക ഉപദേശം പഠിക്കണമെങ്കിൽ യെശയ്യാപ്രവചനം വായിച്ച അപ്പോസ്തലിക ഉപദേശം കിട്ടത്തില്ല. അപ്പോസ്തലിക ഉപദേശം അറിയണമെങ്കിൽ സങ്കീർത്തനം വായിച്ച അപ്പോസ്തലിക ഉപദേശം കിട്ടത്തില്ല. അപ്പോസ്തലിക ഉപദേശം അറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ച അപ്പോസ്തലിക ഉപദേശം കിട്ടത്തില്ല. അപ്പോസ്തലിക ഉപദേശം അറിയണമെങ്കിൽ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ വായിക്കണം. സഭ വിശ്വാസികൾ അഭിഷേകം പ്രാപിച്ചവർ ഇന്നും പിശാചിനെ കണ്ട് ഭയപ്പെടുന്നതിന് ഏറ്റവും വലിയ കാരണം ഇന്നും അവർക്ക് പുറപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാരണം അവർക്ക് അറിയാത്ത ഒന്നേ ഉള്ളൂ, എന്താണ് അപ്പോസ്തലിക ഉപദേശം. ഹല്ലേലൂയ.
ഈ അപ്പോസ്തല ഉപദേശത്തെ പറ്റി പറയാൻ വന്നതല്ല. എന്നാലും അവൻ നമ്മുടെ ഒരു ബലഹീന വശത്തെ അവൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അതെടുത്ത് പറഞ്ഞു തന്നെയുള്ളൂ. ഇന്ന് പലക്കാലം നമുക്ക് അല്പസമയം ചിന്തിക്കാൻ ആധാരമായ ഒരു വാക്യം വായിക്കാം. നിങ്ങളെല്ലാവരും ഭരണപ്രസംഗം ശ്രമിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കണമെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം ഈ വിധികളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് എനിക്ക് പകർന്നു തന്ന ഒരു ദൈവവചനം നിങ്ങളോട് കൂടെ പങ്കുവെച്ച് ഒരു അഭിഷേകത്തിനായുള്ള ആഗ്രഹം നിങ്ങളെ ജനിപ്പിച്ചിട്ട് സ്വന്തം ഹാലലിയ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഇവിടുത്തെ ഇവിടെ ആയിരിക്കുന്ന കഥാവിദാസന്മാർ പല കൃപാവരങ്ങളും ദൈവത്തിന്റെ ദാസന്മാരുടെ ഉണ്ട്. അവരെല്ലാവരും ചേർന്ന് സ്വന്തം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കും. ഹാലലിയ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇപ്പോഴല്ല അവരെ ഈ മിഷന്റെ അവസാന ഭാഗത്ത് അവരെല്ലാവരും ചേർന്ന് അവർ വ്യാപരിക്കുന്ന അതേ കൃപാവരം ഒരു അസൂയയില്ലാതെ ഒരു കുശുമ്പുമില്ലാതെ സ്വന്തം അയ്യോ എന്റെ കൃപയിൽ കുറച്ച് തവറ് കൊടുത്താൽ അവൻ എന്നെക്കാൾ മുകളിൽ പോകുമോ എന്ന ചിന്തയില്ലാതെ പൂർണ്ണ മനസ്സോട് എന്റെ അഭിഷേകം ഈ ഇടത്തിന്റെ മേൽ പകർന്നുവെന്ന് അനുഗ്രഹിച്ച് നല്ല ഇതിനായിട്ടാണ് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യശയ്യാപ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യവും യശയ്യാപ്രവചനം 9-ാം അധ്യായം 4-ാം വാക്യം, രണ്ട് വാക്യങ്ങളാണ്. അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തളർന്നു പോകും. എന്റെ 9-ാം കൂടെ വായിക്കും. അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും നിത്യാന്റെ നാളിലെ പോലെ നീ ഒഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിശക്തമായ വചനം. സ്തോത്രം. പഴയ നിയമത്തിൽ സ്തോത്രം ശക്തനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവാചകനാണ് കർത്താവിന്റെ അഭിഷിക്തനായ യെശയ്യാ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനെ കൊണ്ട് പഠിക്കുമ്പോൾ ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു, അവന്റെ ഭാര്യയും ഒരു പ്രവാചകയായിരുന്നതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും ഒരുമിച്ചുള്ള ശുശ്രൂഷകളും അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് അറിയുവാനാണ്. മക്കളോട് ഞാൻ പറയുക, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, ഒരുമിച്ച് ദൈവത്തിന്റെ മുഖം തേടുന്നുവെങ്കിൽ വലിയ ദൈവകൃപകളെ ഇരുവശങ്ങൾ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. ആകാശത്തിലെ പല ഭവനങ്ങളിലും അത് വളരെ കുറവായി കാണപ്പെടുന്ന ഒന്നാണ്. പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്നവരുടെ ഭവനങ്ങളിൽ പോലും ഭർത്താവിന് സമയമുള്ളപ്പോൾ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യയ്ക്ക് സമയമുള്ളപ്പോൾ ഭർത്താവിന് സമയമില്ല. എന്നാൽ പത്രോസ് പറയുന്നു അവർ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ചേർന്നൊരു അവകാശമുണ്ട്. അവകാശം പ്രാപിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ടത് അത്യാവശ്യമാണ്. വരാത്തവർ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം അവൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യാപരിച്ചാൽ, അവൻ നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചാൽ, നിങ്ങളുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആ പാപം ചെയ്ത വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുവാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറയുവാൻ മുൻപടിയായി സക്കായുടെ വീട്ടിലേക്ക് യേശു ക്രിസ്തു കടന്നു ചെന്നു. യേശു അതിനോട് പറഞ്ഞില്ല, മകനെ നീ ഇങ്ങനെ കൈക്കൂലി വാങ്ങരുത്, നീ വാങ്ങിയത് ശരിയായില്ല. യേശുവിനെ കണ്ടപ്പോൾ യേശുവിനോട് നടന്നപ്പോൾ തന്നെ സക്കായി പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. അവൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അതിന്റെ അളവെന്ന് വർദ്ധിച്ചു തുടങ്ങുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്നവർ അവൻ മാനസാന്തരപ്പെടുവാൻ കൊണ്ടുപിടിയാകും. ിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ അഭിഷേകത്തിന്റെ ലെവലുകൾ ഉയർത്തി നോക്ക്. അവൻ പറയാതെ തന്നെ നീ ഉപദേശിക്കാതെ തന്നെ നിന്നോടുകൂടെ ചേർന്ന് വരുവാൻ കൊണ്ടുപിടിയാകുമെന്ന് എന്റെ പകൽക്കാലം പറയുന്നു. അവൻ യേശു കർത്താവിനെയാണ്. അങ്ങനെയുള്ള അഭിഷേകത്തിനായി ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവന്റെ മേൽ അത് പകരുവാൻ കർത്താവിന്റെ സഹായം. ഇവിടെ കുറ്റനിമിത്തം മുഖം തകർന്നു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലരും പല മുഖങ്ങളും ചുമടുകളുമായിട്ട് നടക്കുന്നവരാണ്. സ്വന്തം ക്രിസ്തീയ സഭയുടെ വളർച്ചയെ തടസ്സം ചെയ്യുന്നത് പോലും ഇങ്ങനെയുള്ള മുഖങ്ങളും ചുമടുകളുമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സഭ അവൻ ഒന്നാമത് കാണുന്ന സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടുള്ള സഭയായിരുന്നു. എന്നും അത്ഭുതങ്ങളെ കാണുന്ന സഭയായിരുന്നു. എന്നും ആത്മാവിൽ നിറയപ്പെടുന്ന സഭയായിരുന്നു. ഓരോ കൂട്ടായ്മയും അവർക്ക് ആത്മാവിൽ നിറയുവാനുള്ള അവസരമായിരുന്നു. എന്നാൽ ഇന്നത്തെ സഭയെടുത്ത് നോക്കാമാണെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന സഭകളെയാണ് നമുക്ക് അധികം കാണുവാൻ കഴിയുന്നത്. അവരെല്ലാ ആരാധനകൾ പലപ്പോഴും ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദ് പറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭ ആവശ്യത്ര യേശു പറഞ്ഞത് നമുക്ക് തിരിച്ചറിയാൻ അവിടെ കാലുകളെ തുറക്കുന്നില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണെന്ന് അവരെ കേൾക്കാൻ വയ്യ. അവരുടെ ശുശ്രൂഷയില് അവൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ 2.5 മണിക്കൂറും ദാവീദ് പറയുന്നത് മാത്രം കേൾക്കുന്നു. ആവശ്യമുള്ള പഴയ പ്രവാചകന്മാർ അവൻ ക്രിസ്തു വെളിപ്പെടാതിരിക്കുമ്പോൾ അവർ പ്രവചിച്ച പ്രവചനങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഭ മുരളിച്ച് താഴോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുന്നു. ചിലരെങ്കിലും അവൻ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപ്പോസ്തല ഉപദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ ആ ഉണർവിനെ മടക്കി വരുത്തും, ഞാൻ ആ മടക്കി വരുത്തും, ഞാൻ ആ ദൈവകൃപയെ മടക്കി വരുത്തും. എന്റെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കും. എന്റെ സഭ
തടയാളങ്ങൾ നടക്കും. എന്റെ സഭയിലുള്ള അപ്പോസ്തലന്മാർ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന കാലം ആസന്നമാണ്. ഒരു ആവേശം കൊണ്ട് വിളിച്ചു പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയ പ്രശ്നക്കാരനൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ സാധാരണക്കാരൻ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ നടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. പത്രോസ് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. കർത്താവിനെ പ്രതികരിക്കുന്ന ഒരു ആവശ്യം. യേശു കടലിന്മേൽ നടന്നത് കണ്ടപ്പോൾ പത്രോസ് മാത്രമാണ് കടലിന്മേൽ നടക്കാൻ ആഗ്രഹിച്ചത്. യേശുവിനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, അവൻ പത്രോസിന് എന്താ ക്വാളിറ്റി, എന്തിനാ കർത്താവ് അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ചത്, എന്താ താക്കോൽ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തത്? ഒരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ, അവൻ ചെയ്യുവാനുള്ള ആഗ്രഹം. പ്രവൃത്തി കാണാനുള്ള ആഗ്രഹം. ആ ക്വാളിറ്റി മാത്രം മതിയെന്ന് വ്യവസ്ഥകളൊന്നുമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് മുന്നിലാണ് വന്നിരിക്കുന്നത്. ആഗ്രഹമില്ലെങ്കിൽ അവന്റെ നിയമം അനുസരിക്കാനുള്ള ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങും. അയ്യോ, ഞാൻ ദൈവത്തെ ബോധിപ്പിക്കുമോ, ഞാൻ പാപം ചെയ്യുമോ എന്നത് പേടിക്കേണ്ടി വരികയില്ല. കാരണം നിനക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. വചനം അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പാപമില്ലാത്ത വിശുദ്ധ ജീവിതത്തിൽ കൂടെ നിന്നെ നടത്തിക്കൊണ്ടല്ല ഓടിക്കൊണ്ട് ആത്മാവിനെ വിളിച്ചു പറയും. അങ്ങനെ ഒരു അഭിഷേകം ഉണ്ട്. ഹല്ലേലൂയ. പാപത്തെ കുറിച്ച് പേടിക്കാത്ത, പാപം ചെയ്യാത്ത, അവൻ സ്വന്തം നീതിയിലും വിശുദ്ധിയിലും അവൻ സ്വന്തം സന്തോഷത്തിലും ഓടി ജീവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമുണ്ട്. അതിനു വേണ്ടി പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവം തിരിച്ചറിയണം. അതിനു വേണ്ടി ദാഹിക്കുന്നവர்கள் എന്റെ ദൈവത്തിന് അങ്ങനെയുള്ള അഭിഷേകം തന്നെ തരുവാൻ കഴിയും. പിന്നെ പിന്നാക്കത്തിന്റെ കഥ നീ പറയത്തില്ല. പിന്നെ ഇന്നത്തെ പറയത്തില്ല, കർത്താവേ ഞാൻ വീണുപോയെന്ന് പറയത്തില്ല. കാരണം നിനക്ക് വീഴാൻ പറ്റത്തില്ലെന്ന്, നിനക്ക് വീഴാൻ പറ്റാത്ത വിധത്തിൽ അവൻ ഒരു ശക്തിയായ അഭിഷേകത്തിന്റെ കൂടെ സഞ്ചരിക്കുവാനാരംഭിക്കും. ഓ ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ മുഴുവൻ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയും. നീ എപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതും ആരുടെ കാര്യമായിരിക്കും. എന്റെ ദൈവത്തിന്റെ നാമം എന്നിൽ കൂടെ വളർത്തപ്പെടണം. എത്രത്തോളം ദൈവത്തിന്റെ നാമം ഉയർത്താൻ കഴിയുമോ അത്രത്തോളം എനിക്ക് നാമത്തെ ഉയർത്തണം. എത്രത്തോളം നാമത്തെ ഉയർത്താൻ കഴിയുമോ അത്രത്തോളം നാമത്തെ ഉയർത്തണം. തടസ്സങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കാരണം അഭിഷേകം തടസ്സങ്ങളെ മാറ്റി. അതിനകത്ത് അഭിഷേകത്തിന് ബലം പകരുവാൻ കഴിയും. ഓ, മനസ്സ് ബലഹീനമാണോ, അതിനകത്തേക്ക് അഭിഷേകത്തിന് ബലം പകരുവാൻ കഴിയും. സാമ്പത്തികമില്ലയോ? ഹല്ലേലൂയ. ഏറ്റവും വലിയ വിഷയം ഹല്ലേലൂയ. സാമ്പത്തികമില്ലായ്മ ഏറ്റവും വലിയ വിഷയം. സ്വന്തം ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് നാളിൽ മാളിക പോയി കരയൊരു 5 പൈസ ഇല്ല. അവർ 5 പൈസ വെച്ചുകൊണ്ടല്ല അതിനകത്ത് കയറി പോയി. അപ്പൊ ഏതെങ്കിലും സാമ്പത്തിക ആരെങ്കിലും സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറി പഠിച്ചു. ദൈവം എനിക്ക് സ്പോൺസർ തരണമെന്നല്ല അവരെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്. യേശു കർത്താവ് ഒരൊറ്റ വാക്തത്വം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ വാക്തത്വം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ വാക്തത്വം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ വാക്തത്വം, അതേ വാക്തത്വം നിങ്ങൾക്കുമുണ്ട്. നമ്മളാണെ പറയും, കർത്താവേ സ്വന്തം എന്റെ കുട്ടികളെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ, സ്വന്തം കുടുംബത്തെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്റെ വീടിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് യേശുവിനടുത്ത് പറഞ്ഞു, ഞങ്ങൾ സകലരും വിട്ട് നിന്റെ പിന്നാലെ വീട്ടിലാണ് എത്തുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവർക്ക് മനസ്സിലായി എന്ത് കിട്ടുമെന്ന്. അല്ലെ, അഭിഷേകത്തിന്റെ മേൽ ഇറങ്ങുമ്പോൾ സ്വത്രം നിനക്ക് പിന്നെ പരാതി ഉണ്ടാകുന്നു. അഭിഷേകത്തിന്റെ മേൽ ഇറങ്ങിയ പ്രാർത്ഥനയുടെ ലെവൽ മാറും. ഓ, പ്രസംഗത്തിന്റെ ലെവൽ മാറും. അവൻ നിന്റെ മുറിയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകം ദൂരേറി ആത്മാവിൽ പ്രാർത്ഥിക്കുവാനാണ്. അതിന്റെ ഭാഷണത്തിന്റെ വായിക്കുന്ന സ്വർഗത്തിന്റെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാരെ കാണാൻ കഴിയും. അവൻ ഇപ്പോൾ കണ്ണുകാണാൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ എലീശ പ്രവാചകന്റെ ശിഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നത്, അയ്യോ യജമാനനെ ഞാൻ എന്ത് ചെയ്യും, അയ്യോ യജമാനനെ ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്ന് നീ ദൈവത്തോട് ചോദിക്കേണ്ട. എന്ത് ചെയ്യുമെന്ന് നീ തിരക്ക്. ഇന്ന് പകൽ അവനോട് വ്യക്തമായ ഉത്തരം പ്രാപിച്ചു തന്നെ മടങ്ങിപ്പോകണമെന്ന് ആത്മാവിനോട് പറയും. അനേക യുഗങ്ങൾ സ്വന്തം ഇന്ന് അനേക ജീവിതങ്ങൾ ഉയർന്നു
വെക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. സഭകൾ പുറത്തേക്ക് പുറപ്പെടുവാൻ കഴിയാതെ വണ്ണം അവൻ നിസ്സാരമായ തടസ്സങ്ങൾ വെച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. ദൈവമക്കൾ പുറത്തേക്ക് ഒഴുകി പോകാൻ കഴിയാതെ, ഒഴുകി പോകാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവർ ഒഴുകാൻ കഴിയാതെ വണ്ണം പല ബന്ധനങ്ങൾ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഈ ബന്ധനങ്ങളെല്ലാം സ്വന്തം ദൈവാത്മാവ് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ ബന്ധനങ്ങൾ നമ്മൾ വലുതായി കാണുന്നത് അതെല്ലാം വളരെ നിസ്സാരമായ കാര്യമാണ്. അവൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത് തകരണമെന്നും ഈ ഇതിൽ മാറ്റം വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, 1 or 2 പേരാകട്ടെ അല്ലെങ്കിൽ 10 പേരാകട്ടെ, ഒരു ഗ്രൂപ്പ് അവൻ ആഗ്രഹത്തോടുകൂടെ ഇതിനു വേണ്ടി ദൈവസന്നിധിയിൽ കേടാമെങ്കിൽ, ആ ദാഹത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ, ആ ആത്മപ്രവാഹത്തിന് മുമ്പിൽ അവൻ സ്വന്തം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയില്ല എന്ന് ഇന്ന് ആത്മാവിനെ വിളിച്ചു പറയുന്നു. ഓ ജീസസ്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ 2 ദിവസം നിങ്ങളുടെ വന്നു, തിരുവനന്തപുരം സഭയുടെ ഇടയിൽ വന്നു. അപ്പോൾ ആദ്യ ദിവസം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇന്റർനാഷണൽ പ്രവാചകന്മാരെല്ലാവരും നമ്മൾ ആ ലെവലിൽ ചിന്തിക്കണമെന്ന്. കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ. പത്രോസേ, നീ യെരൂശലേമിൽ മാത്രം പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. അവൻ സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഒരു വാഗ്ദത്തം കൊടുക്കുമ്പോൾ പത്രോസ് ലോകത്തിന്റെ അറ്റത്തോളം പോയോ ഇല്ലയോ അത് യേശുവിന് വിഷയമല്ല. എന്നാൽ യേശുവിന്റെ പ്രവചനം നിന്നെ ലോകത്തിന്റെ അറ്റത്തോളം പത്രോസ് ലോകത്തിന്റെ അറ്റത്തോളം പോകാത്തില്ലാത്ത കർത്താവ് നോക്കിക്കോളൂ. യോഹന്നാൻ പോകാത്തില്ലാത്ത കർത്താവ് നോക്കിക്കോളൂ. യാക്കോബ് പോയത് കർത്താവ് നോക്കിക്കോളൂ. പക്ഷെ കർത്താവ് പറയുമ്പോൾ, ഹല്ലേലൂയ, പറയുമ്പോൾ വലുത് മാത്രമേ പറയൂ. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, കർത്താവേ, ഇനി ഞാൻ സ്വീകരിക്കുന്നത് വലുത് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, വലുത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ചെറുത് എനിക്കുള്ളതല്ല, അവൻ എനിക്കുള്ളത് വലുത്. ചെറുതൊന്നും എനിക്കുള്ളതല്ല, എനിക്കുള്ളത് വലുത്. കാരണം എന്റെ ദൈവം വലിയവനാണ്. ഓ, എന്നെ വിളിച്ചവൻ വലിയവനാണ്. അവൻ എന്നെ വിളിച്ചിരിക്കുന്ന വലിയ പ്രവർത്തിക്കാം, ചെറിയ പ്രവർത്തിക്കല്ലെന്നെ വിളിച്ചത്. അവൻ വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ പേരെടുത്ത ആരും അവൻ സ്വന്തം ഹല്ലേലൂയ ജന്മനാ വലിയ ആൾക്കാരല്ല. ഹല്ലേലൂയ. പാരമ്പര്യം കൊണ്ട് വലിയ ആൾക്കാരല്ല, പണം കൊണ്ട് വലിയ ആൾക്കാരല്ല, സ്വാധീനം കൊണ്ട് വലിയ ആൾക്കാരല്ല. എന്നാൽ ദൈവത്താൽ അവരെല്ലാവരും വലിയവരാണ്. ഗോത്രത്തിൽ നിന്ന് അവൻ ശൗരനെ തിരഞ്ഞെടുക്കുമ്പോൾ ശൗരൻ വാചകം, എന്റെ ഗോത്രം ഏറ്റവും ചെറുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ഉടക്കാൻ പോവുക. വിശ്വസിക്കുന്നു. നിൽക്കാൻ പോകുന്നു. അഭിഷേകം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഇനി ഒരിക്കലും പറയുകയില്ല, എന്റെ ഗോത്രം ചെറുതാണ്, എന്റെ കുലം ചെറുതാണ്, ഞാൻ നാട് ചെറുതാണ്, ഞാൻ ജീവിക്കുന്ന സാഹചര്യം ചെറുതാണ്. സ്വന്തം ചെറുതായിരിക്കുന്നു നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പറയുക. പിന്നെ നീ വലുതാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ചെറുതായിരിക്കുന്നു നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം നൽകുന്നവர்கள் ആത്മാവിനെ ശക്തിയായിരിക്കുന്നവர்கள் പിന്നെ നീ ചെറുതല്ല, പിന്നെ നീ ചെറുതല്ല, പിന്നെ നീ വലുത, പിന്നെ നീ വലുത, പിന്നെ നീ വലുത. ചുമട് കർത്താവേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ശരിക്കും വേർത്ത്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയത്തിൽ വേർച്ച കിട്ടാത്തത് സ്തോത്രം പലരെയും വിഷമിപ്പിക്കുന്നു. ചിലരൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ല, ഭൗതികമായിട്ടൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, ദൈവം ആത്മീയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്നെ സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന ചിലർ ഇതിനകത്ത് തിരിപ്പുണ്ടെന്ന് സ്തോത്രം അത് മോഹം കണ്ടാണ്. ഹല്ലേലൂയ. ഭൗതികമായിട്ടൊന്നും വലുതായിട്ടൊന്നും വേണ്ട, കർത്താവ് ജീവിക്കാനുള്ളത് മതി. പക്ഷെ ആത്മീയമായിട്ടൊന്നും എനിക്ക് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച് തുടങ്ങി നോക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നു, അവൻ ഒരു ഉടമ്പന്റെ തലമുറ എഴുന്നേൽക്കുകയാണ്. ഒരു ആത്മാവിന്റെ അഗ്നിയിൽ കത്തിപ്പടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുവനെ കൂട്ടം, അവൻ ഒരു സഭയുടെ കൂട്ടം, ഈ ദിവസങ്ങളിൽ അപ്പോസ്തലിക റിവൈവൽ, അപ്പോസ്തലിക ഉണർവ് അവൻ തിരുവനന്തപുരം പട്ടണത്തില് അവൻ മധ്യത്തിലുള്ള ലോകത്തിന്റെ അറ്റത്തേക്ക് പോകട്ടെ, ലോകത്തിന്റെ മധ്യത്തേക്ക് പോകട്ടെ. യെരൂശലേമിൽ പ്രസംഗിക്കുന്ന ചില ആത്മാവ് വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ തലമുറകളെ ദൈവം യെരൂശലേമിൽ പ്രസംഗിക്കുന്നവരാണ്. എന്നോട് ചേർന്ന് ആമേൻ.
വരണമെങ്കിൽ യെരൂശലേമിൽ പോകണം. ആമേൻ. അല്ലെങ്കിൽ അതൊരു രഹസ്യമാണ്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ അയക്കപ്പെട്ടത് യെരൂശലേമിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇനി അതുപോലെ ഒരു അഭിഷേകത്തോടു കൂടി അവൻ യെരൂശലേമിലേക്ക് ചെല്ലുന്ന ഒരു കൂട്ടത്തെ കർത്താവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വിശ്വസിക്കുന്നു? അതുപോലെ അഭിഷേകത്തെ ലോകത്തിന്റെ അറ്റത്തോളം പോയെങ്കിൽ അവൻ യെരൂശലേമിൽ നിന്ന് അഭിഷേകം ലോകത്തിന്റെ അറ്റത്തോളം പോയെങ്കിൽ ലോകത്തിന്റെ അറ്റത്ത് നിന്ന് ഒരു അഭിഷേകം യെരൂശലേമിലുള്ള കർത്താവിന്റെ വരവ് ആസന്നമാകുമെന്ന് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ വിളിച്ചു പറയട്ടെ. ചിലരൊക്കെ ഇപ്പോഴും യെരൂശലേമിൽ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ വിചാരമെന്ന് പറഞ്ഞ് ആക്ഷരികമായിട്ട് യെരൂശലേമിൽ ഇറങ്ങി, അതുപോലെ ഇന്നും ഇറങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ജൂലൈ മാസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5-ാം തീയതി അവൻ ദൈവത്തിന്റെ ആത്മാവ് അവൻ എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അവൻ ഘട്ടത്തിൽ അവളെ ഇങ്ങനെ പ്രകാരം പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം പോകും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഭൂമിയുടെ അറ്റത്ത് നിന്ന് യെരൂശലേമോളം പോകും. വചനത്തെ മാറ്റിമറിച്ചതല്ല എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഇതൊക്കെ അറ്റത്ത് നിന്ന് ആത്മാവിന്റെ അഭിഷേകം ദൈവമക്കൾ അവൻ യെരൂശലേമോളം പോയി കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന യഹൂദന്മാരോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന നാളെ വിദൂരമല്ല എന്റെ യേശുവിന്റെ വചനം സമീപമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരൂശലേമിൽ ടൂറിന് പോകുന്നവരായിട്ടില്ല. ഹല്ലേലൂയ. 1,00,000 രൂപ അടച്ച് അച്ഛന്മാരുടെ കയ്യിൽ ടൂറിന് പോകുന്നവരെ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയുടെ അറ്റത്തോളം വരുന്ന, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കകത്തിരുന്ന ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചിട്ട് യെരൂശലേമോളം പോകുന്ന ഒരു ശുശ്രൂഷയുടെ നിവർത്തിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇത് ഫലമാക്കല്ല, ആത്മാവിനെ വിളിച്ചു പറയണ്ടേ. അങ്ങനെ ചിലരെ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവം കുതിക്കുന്നു, വിശ്വസിക്കുന്നു, ചെയ്തിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതോ യെരൂശലേമാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. യെരൂശലേമാണ് നമ്മുടെ ലക്ഷ്യം. അവൻ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷം ആ പട്ടണത്തിൽ നിന്നാണ് നമ്മുടേക്ക് വന്നത്. അല്ലെങ്കിൽ ഇന്ന് ആ പട്ടണം രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ കയ്യിലല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ജാതികളുടെ കയ്യിൽ സ്മരിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പൈതൃകങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് പല മതസ്ഥരെ മതിച്ചുകൊണ്ടിരിക്കുന്നു. ജാതികളെ ചവിട്ടുന്നു എന്ന വെളിപ്പാട് അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൽ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷമായി നമുക്ക് വന്ന് ചവിട്ടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? തലമുറകളെ അവൻ കർത്താവിന് താമസിക്കുന്നുവെങ്കിൽ അഭിഷേകം നൽകി ഈ വർഷങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കിടന്ന വാർത്തകൾ സ്വത്രം കാണുന്ന ആൾക്കാരൊക്കെ ചിലർക്കൊക്കെ ഭയമുണ്ടായിട്ട് സ്വത്രം. ഹല്ലേലൂയ. ഭയം വേണ്ട, ഇത് നല്ലതിനായി വാർത്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വത്രം. ചില പാസ്റ്റർമാരുണ്ട്, രാവിലെ എണീറ്റ് ബൈബിൾ വായിച്ചതിന് ഒരു പത്രം വായിക്കും. അതാ ഇതിന്റെ കുഴപ്പം. ഹല്ലേലൂയ. പത്രത്തിൽ നീ ഒരു വാർത്ത നിനക്ക് വിരോധമായി നെഗറ്റീവായി കണ്ടാൽ നീ ഇതിന്റെ വേദപുസ്തകങ്ങളൊന്ന് വായിക്കും. അതിനകത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രോത്സാഹിച്ചായിരുന്നു സംഭവം. ആ പത്രത്തിൽ കണ്ട നെഗറ്റീവ് വാർത്തയും കൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ വീണ്ടും അവൻ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ നീങ്ങരുത്. അവൻ ലോകം നിനക്കെതിരെ നെഗറ്റീവ് പറയുമ്പോൾ ദൈവത്തിൽ നിന്നോട് പോസിറ്റീവ് മാത്രമേ പറയുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിന്റെ വ്യക്തികൾ, അയൽക്കാർ, അയൽവാസികൾ, ഒരുപക്ഷെ നിനക്ക് വിദ്യാഭ്യാസമുള്ളവര്, ഡോക്ടർമാര്, കളക്ടർമാര്, ഭരണാധികാരികൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളെ നോക്കി നെഗറ്റീവ് മാത്രമേ പറയുകയുള്ളൂ എന്ന ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് ഹാലലിക്കവന്റെയൊക്കെ അധികാരത്തിന്റെ മോളിലേക്കുന്ന
ദൈവസഭ ഒടുക്കപ്പെട്ടുമോ, എവിടെയെല്ലാം കൃത്യസഭയെ ജാതികളും ഭരണകൂടങ്ങളും തകർക്കുവാൻ ശ്രമിച്ചുമോ, അവിടെയെല്ലാം ഒരു കൂട്ടം പേര് കർത്താവ് അവിടെകളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദാഹത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയപ്പോൾ ഭരണകൂടങ്ങൾക്ക് അവരെ കടത്തുവാൻ കഴിഞ്ഞില്ല, രാജാക്കന്മാർക്ക് അവരെ തടുത്തുവാൻ കഴിഞ്ഞില്ല, അവരെ സംഘടനകൾക്ക് അവരെ തകർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം എന്ത്? അത് രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഉന്നതന്റെ ശക്തി എത്രേ. അങ്ങനെ ഒരു ശക്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു മാറ്റമുള്ളത് എത്ര പേർ ആഗ്രഹിക്കും? അമ്മ ഇതുവരെ പ്രാർത്ഥന മോശമെന്നല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, മൈറ്റിയായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അഗ്നിയായി പ്രാർത്ഥിക്കണം. ഓ ജീസസ്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സാത്താന്റെ കോട്ടകൾ പറയും. അവൻ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം അധികാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സാത്താൻ ആരുടെ കാലം കീഴിരിക്കുന്നുവോ അവൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ കാലിലാണ് സാത്താനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വിശ്വസിച്ചു തുടങ്ങണം. പറഞ്ഞു തുടങ്ങണം. സാത്താൻ യേശുവിന്റെ കാൽക്കീഴിലാണ്. അവൻ യേശുവിന്റെ കാൽക്കീഴിലാണെങ്കിൽ എന്റെയും അവൻ യേശുവിന്റെ കാൽക്കീഴാണ്, എന്റെയും കാൽക്കീഴിലാണ്. യേശു പിടിച്ചിരിക്കുന്ന എത്ര പേർ പറയും? അവൻ യേശു പിടിച്ചിരിക്കണം. യേശു രണ്ടാമത് സ്തോത്രം. ഈ സമയമുള്ളപ്പോൾ ഞാൻ പ്രവചിച്ചത് പോലുണ്ട്. സ്തോത്രം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം വായിച്ചത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ചില പാതാള ഗോപുരങ്ങൾ വേറെ നിൽപ്പുണ്ട്, ഇവിടെ ചില ഫറവോന്മാർ വേറെ നിൽപ്പുണ്ട്. എന്നാൽ വചനം പറയുന്നു, ആ ഫറവോന്മാരിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി സർവ്വലോകത്തിലും ഇതാണ് എന്റെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. സഭയെ, ദൈവസഭയെ, ദൈവമക്കളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അവൻ നിങ്ങൾ ചുറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നതായിരിക്കാം പാതാള ഗോപുരങ്ങൾ. എന്തിനു വേണ്ടി കർത്താവ് അങ്ങനെ നിർത്തിയിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പരിശുദ്ധാത്മ പറയുന്നു, അതിന്റെ മേൽ ഒരു ദൈവത്തിന് മഹത്വം തകർക്കുമ്പോഴാണ് ലോകം അറിയുന്നത് അവൻ ഉയർന്നവൻ തകർന്നു. അപ്പോൾ അറിയപ്പെടുന്നവനുണ്ട്, ആയിരത്തിൽ തോളിൽ വഹിക്കുന്ന ഒരുവനുണ്ട് എന്ന് ലോകം അറിയുവാൻ പോകുകയാണ്. സ്തോത്രം. അത് രണ്ടാമത്തെ പ്രവചനമാണ്. ഇനി ഒരു പ്രവചനം കൂടെ നമ്മൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള പ്രവചനമായിട്ട് നിങ്ങൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടുവന്ന കാര്യമില്ല. അവസ്ഥ സംസാരിക്കുന്നത് ദൈവാത്മാവിനോട് അപ്പോസ്തലിക റിവൈവൽ, അപ്പോസ്തലിക ഉണർവ്. സ്തോത്രം. ഇനി റൂമിനകത്ത് ഒന്നുമില്ല. അവൻ ഈ പള്ളിക്കകത്ത് മാത്രം ഒതുങ്ങുന്നല്ല ഉണർവ്, ആളിനകത്ത് മാത്രം ഒതുങ്ങുന്നല്ല ഉണർവ്, മണ്ഡപങ്ങൾക്കകത്ത് മാത്രമല്ല ഉണർന്നുന്ന ഉണർവ്. ഇനി കടൽ തീരങ്ങളിലേക്ക് ഉണർവ് വ്യാപിക്കും. വലിയ മൈതാനങ്ങളിലേക്ക് ഉണർവ് വ്യാപരിക്കും. ലക്ഷം ജനങ്ങൾ കൂട്ടം കൂട്ടമായി സഭയുടെ നാല് ചുവടുകളെ നോക്കിയിട്ട് അവിശ്വസ്തം കുറഞ്ഞിരിക്കുന്ന വിശ്വാസിയെ നോക്കി ഭാരപ്പെടുന്ന ഒരവസ്ഥ ഇനി ശുശ്രൂഷകന്മാർക്കുണ്ടാകില്ല. കാരണം ഇത് ഉണർവിന്റെ കാലഘട്ടമാണ്. ലോകത്തിൽ കണ്ണോളമെന്നോളം ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ പ്രാർത്ഥന വ്യക്തമല്ല, അവരുടെ കണ്ണീർ വ്യക്തമല്ല. എന്റെ ദൈവം മറുപടി നൽകുകയാ, എന്റെ ദൈവം മറുപടി നൽകുകയാ. പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ഓരോ സഭകളിൽ എന്റെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുകയാ. അപ്പോസ്തലിക ഉപദേശത്തിലേക്ക്, എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിലേക്ക്
നിരാശപ്പെടരുത്. അവൻ പരിസരത്തെ നോക്കി നിരാശപ്പെടരുത്. വാർത്തകളെ കേട്ട് നിരാശപ്പെടരുത്. അവൻ ചുറ്റുവട്ടങ്ങളെ പറയുന്നവർ കേട്ട് നിരാശപ്പെടരുത്. മതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പറയുമ്പോൾ നിരാശപ്പെടരുത്. അവനെ നിരാശപ്പെടുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യുവാൻ പോവുകയാണ്. മനസ്സിലാക്കിക്കോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവൻ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുവാൻ പോവുകയാണ്. ഭാരമുള്ളവരുടെ ദൈവം അഭിഷേകം അവൻ തീർച്ചയായും അവൻ നിശ്ചയമായി ഭാരമുള്ളവരുടെ ദൈവം അഭിഷേകം നൽകും. കഥ ഉപയോഗിക്കുക. സുഖങ്ങൾ തകരുമ്പോൾ സംഭവിക്കുന്ന ഒന്ന് സാത്താന്റെ ചിത്രങ്ങൾ. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിന്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാൻ പോയാ സ്വന്തം അസീറിയൻ രാജ്യത്തിന്റെ ചരിത്രം പറയാൻ പോയി. അല്ലെങ്കിൽ അശൂർ രാജാക്കന്മാർ ഇസ്രായേലിനെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ളവരാണ്. അവർ ഈ ലോകം എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ കഴിയാതെ അവൻ ജീവിക്കുന്നൊരവസ്ഥ, ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ കുടുംബത്തിലാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ പ്രകാരം സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തോളിൽ നിങ്ങൾ അറിയാതെ ആളുപോലെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലല്ല, ഈ മുഖങ്ങൾ നിങ്ങൾ എങ്ങനെ ഓടിയാലും തകരുകയില്ല. എന്നാൽ അഭിഷേകം ഇറങ്ങുന്നുവെങ്കിൽ അത് തകർന്ന് ഞാൻ പറയാനായിരിക്കുന്നത് തകർന്ന് തരിപ്പണമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സ്തോത്രം. ആർക്കും നിവേദിക്കുവാൻ, ആർക്കും അളക്കുവാൻ കഴിയാത്തൊരു ശക്തി ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. നമ്മളിപ്പോ അതിനെ അളന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അളവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെട്ട കർത്താവിന്റെ ദാസനെ പൗലോസ് പറയുന്നു, അതിന്റെ അളവറ്റ വലിപ്പം ഇന്നലെന്ന് അറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് എത്ര വലിപ്പമേ ഉള്ളൂ. സ്തോത്രം. അതിന്റെ ആൾക്കോട്ട് ഇറങ്ങുന്നില്ല, മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് വന്നാൽ ചാടുമോ, പരിശുദ്ധാത്മാവ് വന്നാൽ ഓടുമോ കാണുന്നത് എത്ര വലിപ്പമേ ഉള്ളൂ. അത് അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലെ അവിടെ തന്നെ ഇരുന്നു. ഹല്ലേലൂയ. എന്റെ കൂടെ ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്ന ദാസൻ അദ്ദേഹം പറയും, അനക്കമില്ല എന്ന് ശ്രദ്ധിച്ചോളണം, അതൊരു ബന്ധനമാണ്. അവരോട് നിൽക്കട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭൂതങ്ങൾ അളവിലൊക്കെ എത്രത്തോളം ശക്തിയോടുകൂടി അവരാണ്. സ്തോത്രം. അതുപോലെ നിങ്ങൾ ആണെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇടുക്കിക്കളയരുത്, ചുരുക്കിക്കളയരുത്. അവൻ നിങ്ങൾ ചുരുക്കുന്തോറും അവന്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ചുരുക്കിക്കോളും. എന്നാൽ നിങ്ങൾ അതിന്റെ വിശാലമായ ചിന്തയ്ക്ക് അവൻ എന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരുവാൻ എന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന്, യേശു എനിക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുമെങ്കിൽ അവൻ സ്വന്തം നിങ്ങളുടെ ജീവിതത്തിന്റെ വിശാലമായ വഴികൾ അവനവിടെ തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ ദാസൻ മനസ്സിലാക്കാൻ പറഞ്ഞു, ഇന്ന് നമ്മളെല്ലാവരും ഇരിക്കുമ്പോഴും അടിയിൽ കൂടെ പോകാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാട്ടും കൂടെ എഴുതിയിട്ടുണ്ടെന്നാ ഈ വഴി വളരെ ഇടുക്കം കടന്നിടും. സ്തോത്രം. യേശു ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞാൽ അടുപ്പം കൂടെ കടന്നു പോകാൻ. ഹല്ലേലൂയ. ജാതികളുടെ സഭയോടല്ല പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ആശയം മാത്രമേ നിങ്ങൾ കിടന്നുള്ളൂ. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, പരിശുദ്ധാത്മാവിനെ കൊണ്ട് സംസാരിക്കുക. അപ്പം നിങ്ങൾ പറയും, മനസ്സിലാക്കുക. നിങ്ങളിപ്പോ ഇങ്ങനെ എടുക്കൊണ്ടിരിക്കത്തിൽ കൂടെ എല്ലാ വിശാലമായ വിശാലമായ പാത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നോക്ക്, പുരുഷാരം അവൻ എണ്ണിക്കൂടാത്ത പുരുഷാരം നിൽക്കുന്ന പാത. അത് ഇടുക്കമാണെങ്കിൽ എങ്ങനെ എണ്ണിക്കൂടാത്ത പുരുഷാരം നിൽക്കും? എണ്ണിക്കൂടാത്ത പുരുഷാരം നിൽക്കുന്നത് യേശു ക്രിസ്തു ഒരുക്കിയ വിശാലമായ പാതയിൽ കൂടെയാ. ആ കൃപ എന്ന പാതയിൽ കൂടെ, ആ സൗഖ്യം എന്ന പാതയിൽ കൂടെ, ആ സ്നേഹം എന്ന പാതയിൽ കൂടെ, ആ വിടുതൽ എന്ന പാതയിൽ കൂടെ, ആ പാപക്ഷമ എന്ന പാതയിൽ കൂടെ, വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന നീതി എന്ന പാതയിൽ കൂടെ, വിശ്വസിക്കുന്ന ലഭിക്കുന്ന വിശുദ്ധീകരണം എന്ന പാതയിൽ കൂടെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഈ ലോകത്തെക്കുറിച്ച് ഒരു കാര്യം അവസാനം ഞാൻ പറയാൻ താല്പര്യപ്പെടും. ഇന്ന് ക്രിസ്തീയ സഭകൾ എന്തുകൊണ്ട് സ്തോത്രം വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, വചനമുണ്ട്, സ്തോത്രം ഇല്ലേ, എല്ലാം എന്തുകൊണ്ടാണ്
അവർ മുന്നോട്ട് പോകാൻ ഒരു കഴിയായിരിക്കുന്നത് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, കർത്താവ് വയ്ക്കാത്ത ഒരു നുണ എവരെടുത്ത് തോളിൽ. ഹല്ലേലൂയ. കർത്താവ് വയ്ക്കാത്തൊരു നുണ ഇന്ന് ക്രിസ്തീയ സഭകളുടെ തോളിലിരിക്കും. അത് ഏത് നുഭവം ചോദിച്ചാൽ അതാണ് ന്യായപ്രമാണം എന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കു ലേഖനം 1:10-11 വാക്കുകളിൽ പ്രകാരം പറയുന്നു, എന്റെ സുവിശേഷം ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനകത്തെ പ്രാപിച്ചത്. വളരെ ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്റെ സുവിശേഷം ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, ഞാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനകത്ത് പ്രാപിച്ചത്. ഇന്ന് ഈ ഇവിടെ തകരാൻ പോകുക. ഏതെങ്കിലും ഒരു അംശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ നിങ്ങൾ തകർന്നാൽ ഹല്ലേലൂയ നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയില്ല. ഒരു മുഖം അവൻ നിങ്ങളുടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ആചാരങ്ങളുടെ ഒരു മുഖം നിങ്ങളുടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, പാരമ്പര്യത്തിന്റെ ഒരു മുഖം നിങ്ങളുടെ ആരെങ്കിലും വെച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ മുഖം തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരിക. ആമേൻ. ആ ഒരൊറ്റ ദിവസത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ സ്പെസിഫിക്കാ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവസ്ഥ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് പെന്തക്കോസ്ത് സഭ അറിയേണ്ട കാര്യം ഈ മുഖം നിങ്ങളുടെ മാറ്റണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിക്കാം. മൈക്ക് വേണമെന്ന്. സഹോദരന്മാരെ, ഗലാത്യർ 1:11 കേട്ടോ. വായിച്ചു വെച്ചു. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനത്രേ പ്രാപിച്ചു. അതിന്റെ താഴോട്ട് വായിക്കുന്ന സമയമില്ല. അതിന്റെ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, യഹൂദ മതത്തിലുള്ള എന്റെ മുമ്പത്തെ ഏവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സൂത്രം, ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്, സഭയെ പഠിച്ചവനാണ്. ഇതിനു വേണ്ടി അവർ ന്യായപ്രമാണം അനുസരിക്കാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ കഥാവനദാസൻ അവിടെ വിവരിക്കുകയാണ്. ഇതിലൊന്ന് നിങ്ങളെന്ന് പകൽക്കാരൻ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അവൻ ദൈവത്തിന്റെ സുവിശേഷത്തിനും ന്യായപ്രമാണത്തിനും തമ്മിൽ കടുകളവ് പോലും ഒരു തരത്തിലും യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലായിരുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിച്ചു. കേട്ടോണ്ടിരുന്നത് നമുക്ക് ന്യായപ്രമാണമായതുകൊണ്ട് ഇനി അങ്ങോട്ട് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്നാൽ ഞാൻ പറയട്ടെ, ഏറ്റെടുക്കുന്ന ഒരു സമൂഹം പ്രകാരം വരുന്നുണ്ട്. ഏറ്റെടുക്കുന്ന ഒരു സമൂഹം പ്രകാരം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഇപ്പൊ പലരും അത് ഏറ്റെടുത്തുകൊണ്ട് അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ശക്തിയോടെ അവർ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ ന്യായപ്രമാണത്തിന്റെ സുവിശേഷത്തിൽ നമ്മൾ യാതൊരു ബന്ധമില്ല. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതത്തെ ന്യായപ്രമാണമായി കൂട്ടിയിടങ്ങരുത്. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അത് മാനുഷ്യമല്ല. മനുഷ്യരെന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യരെന്ന് പഠിച്ചിട്ടുള്ളവനായിരുന്നു. എന്നാൽ മനുഷ്യരെന്ന് പഠിച്ചിട്ട ഒരു കാര്യമല്ല അവൻ അന്ന് പ്രസംഗിച്ചത്. യേശു ക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടിൽ പ്രാപിച്ച സുവിശേഷത്തെ പ്രസംഗിച്ചത്. അവൻ ഗമാലിയേലിന്റെ പാടുപെടുന്നത് പഠിച്ചു, അവൻ യൂനിവേഴ്സിറ്റികളിൽ പഠിച്ചു. അതൊന്നുമല്ല അവൻ പ്രസംഗിച്ചത്. ഗമാലിന്റെ കാലത്തിൽ നിന്ന് അവൻ ന്യായപ്രമാണത്തെ കുറിച്ച് പഠിച്ചുവെന്ന് അവൻ 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്നുമല്ല അവൻ പ്രസംഗിച്ചത്. അവൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിൽ നിന്ന് ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട സുവിശേഷത്തെ പ്രസംഗിച്ചത്. സുവിശേഷം അത് ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, അത് ക്രിസ്തുവിന്റെ മകനിലുള്ള മാർഗമത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് സ്തോത്രം ഒന്നുകൂടെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം. ഈ റെഫറൻസ് എനിക്ക് എടുക്കാനുള്ള പ്രയാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ് ഇതല്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കയറി വന്ന് നിന്നപ്പോൾ സ്തോത്രം ദൈവാത്മാവിന് വേറെ രീതിയിൽ നിർത്തിക്കൊണ്ട് സ്തോത്രം ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ ഈ ആ വാക്യം ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് അതിങ്ങനെയാണ് സ്തോത്രം. അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാൻ കഴിയുകയെന്നൊരു വാക്യമുണ്ട്. അവൻ സൂത്രം അത് വെച്ചിട്ടാണ് ഇന്നും അവൻ സൂത്രം ക്രിസ്തീയ സഭകളിലേക്ക് അവൻ ന്യായപ്രമാണത്തെ അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ ആ വാക്യം നമുക്ക് വ്യക്തമായി വായിച്ചിട്ട് അതിനകത്തൊരു ക്ലോസ് ഉണ്ട്.
കണ്ടുപിടിച്ച് അതെന്താണെന്ന് വ്യാഖ്യാനിച്ച് ഞാൻ അടുത്ത തലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒന്ന് വായിച്ചത് സഹായിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് തോന്നുന്നു യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അത് പിന്നീട് നിങ്ങൾ കണ്ടുപിടിച്ച സമയം കളയണ്ട. ഈ സകലവും നിവൃത്തിയാകുമ്പോളം, ഹല്ലേലൂയ, ശ്രദ്ധിക്കണം, സകലവും നിവൃത്തിയാകുമ്പോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകില്ല. അവിടെ രണ്ട് കാരണമാണ് പറയുന്നത്. ഒന്ന്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോഴും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും സകലവും നിവൃത്തിയാകുമ്പോഴും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ ന്യായപ്രമാണം ഒഴിഞ്ഞു പോകുവാൻ രണ്ട് കാരണം പറയുന്നത്. ഒന്ന്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകണം. മറ്റൊന്ന്, സകലവും നിവൃത്തിയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ആകാശം പോയി ഒഴിഞ്ഞു പോയിട്ടില്ല പാസ്റ്ററെ, പിന്നെ എങ്ങനെയാ ന്യായപ്രമാണം ഒഴിഞ്ഞു പോകുന്നത് എന്നാൽ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സകലം നിവൃത്തിയായാൽ, അവൻ നിവൃത്തിയായി കഴിഞ്ഞാൽ ഇത് ഒഴിഞ്ഞു പോയേ പറ്റൂ. പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ എല്ലാം നിവൃത്തിയായി, അവൻ നിവൃത്തിയായി കഴിഞ്ഞാൽ പറയുന്നു, ഒന്നാമത്തെ നീക്കിക്കൊണ്ട് രണ്ടാമത്തെ സ്ഥാപിപ്പാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുകയാണ്. പറയുന്നു, ന്യായപ്രമാണത്തിൽ പതിച്ചിരിക്കുന്നവരെ നിങ്ങൾ ശാപത്തിൽ കീഴാകുന്നു. അവൻ ലേഖനം 4-ാമത്തെ പറയുന്നു, അവൻ കല്ലിൽ കൊടുത്ത ശുശ്രൂഷ അത് മരണ ശുശ്രൂഷ, അവൻ ആത്മാവിന്റെ ശുശ്രൂഷ അത് ജീവന്റെ ശുശ്രൂഷ. അവൻ നിങ്ങൾ അവൻ മരണത്തിന്റെ ശുശ്രൂഷയിലാണ് ഇരിക്കണമെങ്കിൽ അപ്പോസ്തലിക ഉപദേശം നിങ്ങൾ ഉണ്ടായാലും, അവൻ നിങ്ങൾ പറയുന്ന അടിസ്ഥാനങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഉണർവ് വരുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം മരണ ശുശ്രൂഷ എന്ന ന്യായപ്രമാണം എന്ന മുഖം നിങ്ങളുടെ തോളിൽ നീങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ തകർക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സുവിശേഷം ന്യായപ്രമാണമല്ല, യേശുവിന്റെ സുവിശേഷം അത് കൃപയുടെ സുവിശേഷമാണ്, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷമാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ നിന്റെ മേൽ ഇന്ന് അഭിഷേകത്തിന്റെ ശക്തി അങ്ങനെ നിറച്ച് നിന്നെ അവന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി കൊണ്ടുവന്ന് ഇനി ഒരു അപകടം കൂടെ വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം ഞാൻ അടുത്ത വാർത്തയാണ്. അപകടം വേറൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി, ഹല്ലേലൂയ, ഞങ്ങളാകട്ടെ ദൂതന്മാരാകട്ടെ ഇനി നിങ്ങളോട് പ്രസംഗിച്ചാൽ ശപിക്കപ്പെട്ടവർ. സ്തോത്രം. ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം, ഹല്ലേലൂയ, അവൻ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം. പൗലോസ് ധൈര്യത്തോടുകൂടെ ആ വചനം പറയുന്നത് കാരണം താൻ പറയുന്നത് ആത്മാവിന്റെ നാണെന്ന് അവന് ധൈര്യമുണ്ടാകും. താൻ പറയുന്നത്, താൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്ന് അവന് ധൈര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇന്നാർക്കെങ്കിലും അങ്ങനെ ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? കാരണം പറയുവാൻ കഴിയുകയില്ല. കാരണം അവർക്ക് അതിന്റെ ചിലർക്കൊക്കെ സത്യം അറിയാം, ചിലർക്കൊക്കെ കാര്യം അറിയാമെങ്കിലും അവൻ നിൽക്കുന്ന സംഘടനയെ നോട്ടം നോക്കും. അയ്യോ, ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ എന്നെയും മറ്റവരുടെ കൂട്ടത്തെ ചേർത്ത് കളയുമെന്നൊരു പേടി എനിക്ക്. നമുക്ക് ആരെയും പേടിയില്ല, കാരണം നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന്. നേടുവാനാണെങ്കിൽ ഒരുപാടുണ്ട്, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടപ്പെടാൻ വലിയ സ്ഥാനങ്ങളില്ല, നഷ്ടപ്പെടാൻ വലിയ മാനങ്ങളില്ല, നഷ്ടപ്പെടാൻ വലിയ പേരില്ല. അതുകൊണ്ട് ഞാൻ സത്യത്തെ വിളിച്ചു പറയും, അവൻ ന്യായപ്രമാണവും സുവിശേഷവും അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ദൈവസഭയെ വിളിച്ചു പറയുകയാണ്. ഈ മുഖം നിന്റെ മേലെ എടുത്തു മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ന്യായപ്രമാണം വിശുദ്ധമാണെങ്കിലും എനിക്ക് പറയുന്നത് എന്ന് വരുമ്പോൾ പൗലോസ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. സ്വത്രം 10-ാമത്തെ എബ്രായർ 10-ന്റെ വായിക്കുന്നത്, ന്യായപ്രമാണം പരിപാലനം കണ്ടവരുടെ നിഴലല്ലാതെ സ്വരൂപമല്ലായകൊണ്ട്. സ്വത്രം. ഇതൊക്കെ പഠിക്കുന്ന ദൈവങ്ങളെ സ്വത്രം. സങ്കീർത്തനം വായിച്ചെന്തോ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്റെ ഉപദേശം കാണാൻ ഈ സങ്കീർത്തനം വായിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശം കാണാൻ പറ്റില്ല. അവ യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കാണാൻ പറ്റില്ല. അവരുടെ ലേഖനങ്ങളെ നീ വായിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം നമുക്ക് മനസ്സിലാക്കും. അപ്പോസ്തലന്മാരുടെ ഉപദേശം അകത്തോട്ട് കയറി തുടങ്ങുമ്പോൾ പിശാച് പുറത്തോട്ട് ഓടി തുടങ്ങും. അപ്പോസ്തലന്മാരുടെ ഉപദേശം നീ പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശം നീ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നീ പറയും, പിശാച് നീ കാലിട്ടില്ല. ഇല്ലെങ്കിൽ പറയും, സംഘാരം നിനക്ക് ഒരു കാര്യം വരുന്നു, കോട്ട കാത്തുകൊള്ളുക, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, നീ അവധി കാത്ത് നിന്റെ ആയുഷ്കാലം മുഴുവൻ തീരുന്നല്ലാതെ
ഈ അവധി ദിനത്തില്ല. ആമേൻ. ദർശനത്തിന്റെ അവധി 2014 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എടുത്ത് ദൂരെ എറിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അന്ന് മുതൽ അന്ത്യകാലമാണ്. കാരണം അന്ന് ആലയ യേശു ക്രിസ്തു മരിച്ചു. അതിന്റെ 10ാമത്തെ സ്വർഗ്ഗാരോഹണം ചെയ്ത 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിനും വേണ്ടി ആത്മാവെ പകരും. അർത്ഥമല്ല, അന്ന് മുതൽ അന്ത്യകാലം സ്റ്റാർട്ട് ആവുകയാണ്. അവർക്ക് ദർശനത്തിന് അവധിയില്ല, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അവധിയില്ല. ഇന്ന് നീ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ, നാളെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രവാചകരുടെ ശുശ്രൂഷകളുടെ സ്തോത്രം. ഈ പ്രവാചകന്മാർ അവിടെ നിൽക്കുന്നവരുടെ പ്രവചനം കേൾക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന കൃപയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന പ്രവാചകരാണെങ്കിൽ അവർ പറയും, നിങ്ങളൊരു 3 ദിവസം ഉപവാസം പ്രാർത്ഥിച്ച ദൈവം നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കളിയാക്കുന്നില്ല, സ്തോത്രം, തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ കൃപയിൽ നിൽക്കുന്ന പ്രവാചകൻ പറയും, എന്റെ യേശു നിന്നെ വിളിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ പറയും, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിടുതലുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ അടയാളം നടക്കൂല പറഞ്ഞു. അല്ലാതെ വിശ്വസിച്ച് 7 ദിവസം ഉപവാസം എടുക്കുന്നവർ ഈ അടയാളം നടക്കുന്നില്ല പറഞ്ഞു. അതാ കൃപയുടെ സുവിശേഷം. പഴയ നിയമത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവൻ പ്രവാചകന്മാർ പറയും, ഒരു ഉപവാസം വിളിച്ചുകൊണ്ടുവൻ, അവൻ സഭയെ വിളിച്ചുകൊണ്ടുവൻ, നിങ്ങൾ എല്ലാവരും ചേർന്ന് വിലപിക്കുവൻ. അവൻ സ്വന്തം അതേ മെത്തേഡ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ ആരംഭിച്ചിരിക്കുക. അവൻ സ്വന്തം ഇവിടെ ഉപവാസം വിളിച്ചുകൊണ്ടുവൻ എന്നാ പറയുന്നത്. ഉപവാസം അത്യാവശ്യമാണ്, അതിനെ മാറ്റി നിർത്തല്ല. എങ്കിലും വിടുതലിന് വേണ്ടിയല്ല ഉപവാസം. അവൻ സ്വന്തം നമ്മെ ഒന്ന് ഒരുക്കുവാനായിരിക്കും ഉപവാസം. അല്ലെങ്കിൽ നാം ബലഹീനം തോന്നുന്നതുകൊണ്ട് ഉപവാസം ഇരിക്കാം. എന്നാൽ വിടുതൽ വരുന്നത് ഉപവാസം മാത്രമല്ല, വിടുതൽ വരുന്നത് അധികാരമുള്ള യേശു നാമത്തിലാണ്. ഹല്ലേലൂയ. വിശ്വാസം നോക്കുക. അന്ന് അവർക്ക് വേണ്ടി മരിക്കുവാൻ ആരുമില്ലായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി ആരും മരിച്ചിട്ടില്ല. അവർക്ക് പരിശുദ്ധാത്മാവില്ല, അവർക്ക് ക്രിസ്തുവില്ല. അതുകൊണ്ട് അവർ സ്വന്തം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ കാണണമെങ്കിൽ അവർ ചില വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി വില കൊടുക്കുവാൻ ഒരുവനുണ്ട്. നമുക്ക് വേണ്ടി വില കൊടുക്കുവാൻ ഒരുവനുണ്ട്. അവന്റെ രക്തം നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുക. മാതാവേ, നീ ഒന്നും ചെയ്യണമെന്ന് നീ ഒന്ന് വിശ്വസിച്ച് നോക്ക്. യേശു നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ആത്മാവിനെ വിളിച്ചു പറയും. എന്ത് ചെയ്യണം? ഒരു 1000 രൂപ നേരത്തെ നേരട്ടോ കർത്താവേ, ഒരു 10,000 രൂപ പാർസൽ കൊടുക്കാമെന്ന് പറയട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ വില കുറച്ച് കാണരുത്. കർത്താവിന് വില കുറച്ച് കാണരുത്. 5-നും 10-നും വേണ്ടി പ്രവർത്തിക്കുന്ന അമസ്ത്രം പരിഗണിക്കുന്ന ദൈവമല്ല ഇത്. അമസ്ത്രം തന്റെ സ്വപുത്രനെ നൽകുവാൻ നിന്നെ സ്നേഹിച്ചവന് നിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി സന്തോഷമുണ്ടെങ്കിൽ എന്തെങ്കിലും നീ ചെയ്. എന്നാൽ വിടുതലിന് വേണ്ടി ഒന്നും ചെയ്യരുത്. വിടുതലിന് വേണ്ടി ഒന്നും ചെയ്യരുത്. വിടുതലിന് വേണ്ടി ഒന്നും കൊടുക്കണ്ട. നീ വിശ്വസിച്ചാൽ മതി, നീ സ്നേഹിച്ചാൽ മതി. അവന്റെ വിടുതൽ നിന്റെ ജീവനിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ചിലരൊക്കെ യാഗം വെക്കുവാൻ തോന്നും. യേശുവിന്റെ യാഗം പൂർത്തിയായില്ല, ഇത് പൂർണ്ണമായില്ല. ഇത് എവരും കൂടെ കുറെ യാഗം വെച്ചാല്, അതിന്റെ മോളിൽ കൂടെ കുറെ യാഗം വെച്ചാൽ ഇത് പൂർത്തിയാകും. ഹല്ലേലൂയ. ഈ മുഖം തകരും. ഹല്ലേലൂയ. ഈ മുഖം തകർന്നു നോക്കട്ടെ. ഇത് 10, 15, 20 വെച്ച് ആലോചിക്കുന്ന സഭകൾ. ഓ ജീസസ്, ഞാൻ ആത്മാവിൽ കാണുന്നു ജനപ്രളയമായി. ഈ മുഖത്തെ നിങ്ങളൊന്ന് തകർത്ത് നോക്കാം. സ്വത്രം അവിടെ ഇവിടെ നോക്കിയിട്ട്, ആള് കൊള്ളുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ദുരുപദേശം എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവൻ സ്വത്രം ബൈബിൾ തുറന്ന് നോക്കാതെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. പരിശുദ്ധാത്മാവൻ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, സുവിശേഷം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, അത് ഏറ്റെടുക്കുവാൻ വേറെ ജനമുണ്ടെന്ന് ദൈവത്തിനറിയാം. അത് ഏറ്റെടുക്കുന്ന ഒരു അടുത്തിലേക്ക് ഈ അവസ്ഥകൾ കൊണ്ടുപോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തിരിച്ചറിയാൻ സത്യമുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തെ നിനക്ക് വേണ്ടിയാണ് പ്രവചിക്കുന്നത്. അമ്മ 1-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അത് നമുക്ക് വേണ്ടിയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അമ്മ അന്ത്യകാലത്ത് അവൻ യോവേൽ പ്രവചനം 2-ാം അധ്യായം 24 വാക്യം വായിക്കും. വേഗത്തിൽ ഹല്ലേലൂയ. യോവേൽ 2:20 ബൈബിൾ കൊണ്ടുവരാത്ത സ്തുതിക്കും. ഹല്ലേലൂയ. അതിനുശേഷം സകല ജഗത്തിൽ നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും.
ഹല്ലേലൂയ. ആമേൻ. താഴെ രക്തവും തീയും പുകയാവിയും തന്നെ എന്നൊരു പദമുണ്ട്. അത് വായിച്ചു. ആകാശത്തെ ഭൂമിയിൽ അത്ഭുതങ്ങളെ കാണിക്കും. സ്വന്തം ഒന്നാം നൂറ്റാണ്ടിലെന്ന് പറഞ്ഞില്ല. രക്തവും തീയും പുകത്തോടും തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞ പോലെ സംഭവിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, പത്രോസ് പറഞ്ഞത് അന്ത്യകാലത്തിന്റെ തുടക്കം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാനത്തിലേക്ക്. വിളിച്ചു പറയട്ടെ, അവൻ ക്രിസ്തീയ സഭയുടെ അടുത്ത ഉണർവിൽ യോവേൽ പ്രവാചകൻ പ്രവചിച്ച ബാക്കി എല്ലാ സംഭവങ്ങളും നടക്കും. അവൻ ആകാശത്തെയും ഭൂമിയെ ഇളക്കാൻ പോവുകയാണ്. രക്തവും തീയും പുകയാവിയും. അവൻ സ്വന്തം പിശാചിന്റെ കോട്ടകൾക്ക് അവിടെയുള്ള എന്തെങ്കിലും ആൾക്കാരെ പറ്റിക്കുവാനുള്ള മായാജാലങ്ങൾ കാണിക്കുവാൻ കഴിയുമെങ്കിൽ സർവശക്തനായ എന്റെ ദൈവം അവനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്ന്. സർവശക്തനായ ദൈവം അവനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. അവൻ ശക്തിയോടെ സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ തുടങ്ങിയാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, 7 നക്ഷത്രം 2-ാം അധ്യായത്തിൽ പറയുന്നു, 7 നക്ഷത്ര വനങ്ങളിൽ പിടിച്ചുകൊണ്ട് രാജമുടി ശിരസിൽ ധരിച്ചുകൊണ്ട് അവൻ സഭയുടെ നാടുകളിൽ ഉലാവുന്നവനാണ്. ഇതിന്റെ നടുവിൽ ഉലാവുന്ന കർത്താവിനെ ഒന്നിനെ കാണുവാൻ കഴിയുമോ? സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, സ്തോത്രം, ക്രിസ്തീയ സഭയ്ക്ക് എന്റെ കർത്താവ് പകർന്നു കൊടുത്ത അഭിഷേകം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഒരു ആഗ്രഹത്തിന്റെ ലക്ഷണം. ഹല്ലേലൂയ.